വിഷുക്കണി ഒരുക്കാൻ ആലപ്പുഴ കഞ്ഞിക്കുഴിയിലും മാരാരിക്കുളത്തും കണിവെള്ളരി വിളവെടുത്തു. സമൃദ്ധിയുടെ വിഷുക്കണി ഒരുക്കാൻ കൊന്നപ്പൂക്കൾ പോലെ ഒഴിച്ചുകൂടാനാവാത്ത സ്വർണ്ണ നിറമുള്ള കണിവെള്ളരികൾ. കടുത്ത വേനലിലും നല്ല വിളവാണ് ഇത്തവണ കർഷകർക്ക് ലഭിച്ചത്. മേടപ്പുലരിയിൽ കണി കാണാൻ ഓട്ടുരുളിയിൽ ഒഴിവാക്കാനാവാത്തതാണ് സ്വർണ്ണ നിറമുള്ള ഈ കണിവെള്ളരികൾ. പഴുത്ത് പാകമായ കണിവെള്ളരികൾ കഞ്ഞിക്കുഴിയിലെയും മാരാരിക്കുളത്തെയും കർഷകർ വിളവെടുത്തു. കണിവെള്ളരിയും കണിമത്തനും വിഷു വിപണിയിലെത്താൻ തയ്യാറായി കഴിഞ്ഞു. വിപണിയിൽ നല്ല ഡിമാൻഡാണ് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കണിവെള്ളരികൾക്കും കണിമത്തനുകൾക്കും. ചെറിയ കണിവെള്ളരികൾക്കായി പ്രത്യേക വിത്തുകളാണ് കൃഷിക്ക് ഉപയോഗിക്കുക. വിത്തുകുത്തിയാണ് കൃഷി. 60-65 ദിവസമാകുമ്പോൾ പാകമായി നല്ല സ്വർണ്ണ നിറമാകും. കണിവെള്ളരിക്ക് ഏറ്റവും അതിന് നല്ല സീഡ് അതിനുവേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ഐറ്റത്തിനാണ് ഡിമാൻഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൊട്ടയിലായാലും വെക്കുമ്പോഴായാലും ഒരു ഉരുളിയിലായാലും വെക്കുന്ന സമയത്ത് അതിന് ഒതുങ്ങിയിരിക്കണം. അപ്പോൾ അതിനുശേഷം അവർ മേടിക്കുന്നുണ്ട് കറി വെക്കുകയാണ് അതിൻ്റെ പതിവ്. അപ്പോൾ അതുകൊണ്ട് ഓവർ സൈസിൻ്റെ ആവശ്യം നമ്മളിൽ ഇപ്പോൾ അണുകുടുംബങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെറിയ ഐറ്റത്തിന് ഏറ്റവും വലിയ ഡിമാൻഡായിട്ടുള്ളത്. ഈ മത്തനൊക്കെ മുൻപൊക്കെ മൈസൂരിൽ നിന്നാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഇപ്പം കേരളത്തിൽ എല്ലായിടത്തും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു വിളയായിട്ട് കണിമത്തനും കണിവെള്ളരിയൊക്കെ മാറിയിരിക്കുകയാണ്. കടുത്ത വേനൽ ചൂടിലും ഇത്തവണ നല്ല വിളവ് കിട്ടി കർഷകർക്ക്. വിപണിയിൽ കിലോയ്ക്ക് 35 മുതൽ 40 രൂപ വരെയാണ് കണിവെള്ളരിയുടെ വില. ജനം, ആലപ്പുഴ.